യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്റെ കുടുക്കപ്പെട്ടി പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അവസാനം 2 വർഷത്തിന് ശേഷം ഞാൻ കൂട്ടി വെച്ച പൈസയെല്ലാം എണ്ണാൻ പോവാണ്. ഒരു കുടുക്കപ്പെട്ടിയെല്ലാം 3 കുടുക്കപ്പെട്ടിയുണ്ട്. കാരണം ഞാൻ ഓരോ ചില്ലറകളും ഇങ്ങനെ ഓരോ ടിന്നിലാക്കി. അപ്പം എണ്ണാൻ എളുപ്പമായിട്ട് 10ന്റെ തുട്ടക്കിന വേറൊരു ഇതില്, പിന്നെ 1, 2 വേറെ, പിന്നെ 5 വേറെ, അങ്ങനെയാണ് ഞാൻ കൂട്ടി വെച്ചിട്ടുള്ളത്. ഫൈനലി അതെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് തുറക്കാം. മിഠായി മേടിച്ച ബോട്ടിലാണ് ഗൈസ് പൈസ ശേഖരിച്ച് വെച്ചത്. എന്നെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പയും അമ്മയും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഗൈസ്. കാരണം ഒരുപാടുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ആദ്യം തന്നെ 10ന്റെ ബോട്ടിലാണ് ഗൈസ് ഞാൻ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ 20ന്റെയും 10ന്റെയും തൊട്ട് മാറ്റി മാറ്റി വെച്ചു. അപ്പം നമുക്ക് എണ്ണാൻ എളുപ്പമായിരിക്കുമല്ലോ. അതുകൊണ്ട് മിഠായി മേടിക്കുന്നില്ലേ ബോട്ടിൽസ്, അതിൽ തന്നെയാണ് ഞാൻ ഈ പൈസ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്നത്. ചത്താൽ ഇതിന് 1 രൂപ പോലും എടുക്കൂല എന്നുള്ള ഒറ്റ കണ്ടുപിടുത്തത്തിലാണ് ഞാൻ ഇത്രയും പൈസ കളക്ട് ചെയ്തത്. അതിന് അത്യാവശ്യം നല്ല ക്ഷമയും വേണം. പിന്നെ ക്യാൻറ്റീൻ, പപ്പയ്ക്കും അമ്മയ്ക്കും ക്യാൻറ്റീൻ ആയതുകൊണ്ട് നല്ല ചില്ലറയൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് അവരൊക്കെ കൊണ്ടുതരും. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കളക്ട് ചെയ്തത്. ഞാനും ഇപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. ഫുഡ് ആദ്യം കഴിക്കാം. ഇത് സംഭവം ഒരു ഉച്ച സമയത്താണ് ഞാൻ ഇത് പൊട്ടിച്ചത്. അപ്പൊ അമ്മയും പപ്പയും നല്ല ഉറക്കാണ്. അവര് സഹായിക്കാന്ന് പറഞ്ഞു. അപ്പം ഈവനിങ് എന്തായാലും അവര് ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം എണ്ണി നോക്കാം. സോ ഇപ്പം കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. തീയല, മീൻ പൊരിച്ചത്, ഉള്ളി എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചോറ് കഴിക്കാം. ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട്, ഇന്ന് ഉച്ചത്തെ ചോറ് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കറികളായിരുന്നു എല്ലാം. അപ്പൊ പപ്പ നേരത്തെ എഴുന്നേറ്റ് വന്നിരുന്ന് കൗണ്ട് ചെയ്യുവാണ്. അപ്പം ഞാനും കൂടെ പോയിരുന്നു. പപ്പ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും പോയിരിക്കുവാണ്. കുറേ പാടുപെട്ടു ഗൈസ്. ഇത്രയും നേരം എണ്ണിക്കൊണ്ടിരിക്കണം അല്ലേ പപ്പ? ഒരുപാടുണ്ടല്ലേ? ഒരുപാടുണ്ട്. അപ്പം പപ്പ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണ്ണിട്ടിട്ട് വന്നിട്ട് ഇരുന്ന് എണ്ണുവാണ്. ഒരുപാടുണ്ട് എണ്ണിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ 10ന്റെ തൊട്ട് ഫുള്ളും എണ്ണി കഴിഞ്ഞു ഗൈസ്. ഇനി അവസാനം മാത്രമേ എമൗണ്ട് എത്രയെന്ന് പറയത്തുള്ളൂ. 10ൻ്റെത് ഫുള്ളും കഴിഞ്ഞു. ഇനി 10ന്റെ കൂടെ തന്നെ ഉണ്ടായി 20ന്റെ തുട്ടുകളുണ്ട്. അപ്പം അതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പപ്പ. ഇനി നെക്സ്റ്റ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്ന 5ന്റെ തുട്ടാണ് ഗൈസ്. അത് മിക്കവാറും വൈകുന്നേരം കാണത്തുള്ളൂ. നോക്കാം നമുക്ക്. അപ്പം 10ന്റെ തൊട്ട് ഫുള്ളും എണ്ണി കഴിഞ്ഞു ഗൈസ്. ദോ ആ പെട്ടിയിലിട്ട് വെച്ചിരിക്കുകയാണ്. ബാക്കി പപ്പ 20ആണ് എണ്ണുന്നത്. ഞാൻ പുതിയ ഫേസ് വാഷ് മേടിച്ചു ഗൈസ്. സെറ്റഫിലാണ്. ഞാൻ 2 വർഷമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ 250ഒക്കെയാണ്, 250 ml മേടിക്കുന്നത്. ഇതിപ്പം 500ന്റെ മേടിച്ചു. വലുത് മേടിച്ചു. സൈസൊക്കെ എനിക്ക് ചെറുതായിട്ടാണ് തോന്നുന്നത്. നഷ്ടമാണോ എന്തോ, പക്ഷെ വലുത് കിട്ടി. ഇനി തൊട്ട് നമുക്ക് നല്ല പോലെ ഇത് എന്ത് ഉപയോഗിച്ചാലും ഇത് ഉപയോഗിക്കുന്നതിന്റെ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. നല്ലതാ. അത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ എണ്ണിക്കൊണ്ടിരുന്ന സമയത്താണ് കൊറിയർ ബോയ് തന്നിട്ട് പോയത്. വലുതാ ഇത്. ഈ പെട്ടിയിലാണ് വന്നത്. നമ്മൾ അങ്ങനെ 10ന്റെ തൊട്ടും എത്രേന്റെ തൊട്ടും പപ്പ? 20ന്റെ തൊട്ടും എണ്ണി കഴിഞ്ഞു. പപ്പ ഹായ് പറ. ഹായ്. പപ്പ ഹായ് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങള് എണ്ണിക്കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് ഗൈസ് എല്ലാം എണ്ണി വെച്ചിട്ടുണ്ട്. ഇത് 3ഉം ശരിക്കും പറഞ്ഞാൽ ടൈം എടുക്കുമെന്ന് വിചാരിച്ചു. ടൈം ഒട്ടുമേ എടുത്തില്ല. പെട്ടെന്ന് എണ്ണി കഴിഞ്ഞു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ എണ്ണിക്കഴിഞ്ഞു. ഓ എത്ര മണിക്കൂർ എടുത്തു? എത്ര മണിക്കൂർ എടുത്തു പപ്പ? വാ തുറന്ന് സംസാരിക്കൂ. 2 മണിക്കൂർ എടുത്തു. 2 മണിക്കൂർ എടുത്തിട്ട് ഫുള്ളും എണ്ണിക്കഴിഞ്ഞു. അപ്പം എമൗണ്ട് എത്രയാണെന്ന് നമ്മളിപ്പോൾ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. മൊത്തത്തിൽ എണ്ണിയപ്പോഴത്തേക്കും 20,000 രൂപയുണ്ടായിരുന്നു. അതെ, 20,000 രൂപയുണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് ചില്ലറയും വന്നു, 5 രൂപേൻ്റെ. അത് ഞാൻ പപ്പയ്ക്കും അമ്മയ്ക്കും ആയിട്ട് ഇപ്പം വീതിച്ചു കൊടുക്കും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പപ്പ ഹാപ്പിയാണോ? അമ്മ ഹാപ്പിയാണോ? എല്ലാരും ഹാപ്പിയാണ് ഗൈസ്. അപ്പം പൈസ അമ്മയ്ക്കും പപ്പയ്ക്കും. അതെ, ഈ പൈസ ഞാൻ അമ്മയ്ക്കും പപ്പയ്ക്കും ആയിട്ട് കൊടുക്കുക അല്ലേ? സന്തോഷമായില്ലേ? 10,000 ഇതെടുത്ത എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ ഇത്ര 2 വർഷം കൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പൈസയാണ്. ഞാൻ 2 പേർക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ പറ. ബൈ പറ. വായി കൊണ്ട് പറ. ബൈ.